ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ. പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പല ആൾക്കാരും ഇപ്പോൾ കേട്ട് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിൽ പഠിച്ച് മനസ്സിലാക്കി നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇതെന്താണെന്ന് അറിയാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി കുറേ ആൾക്കാർക്ക് ഇത് അറിഞ്ഞിട്ടും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നു. കുറേ ആൾക്കാർ ഇതിൻ്റെ കാതലായ സത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ലൈഫിൽ നടക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നതിന് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഫീലിങ്സ് ഉണ്ടാവും, ഇമോഷൻസ് ഉണ്ട്, ഇമാജിനേഷൻസ് ഉണ്ട്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്, നിങ്ങൾ എടുക്കുന്ന ആക്ഷന് പ്രസക്തിയുണ്ട്. സോ ഓവറോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 80% മൈൻഡ് സെറ്റും 20% ആക്ഷനും നമുക്ക് പറയാൻ പറ്റും. എന്നാലും ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കറിയോ ഈ ഒരു മാഗ്നറ്റ് എന്ന് പറയുന്ന കാന്തം, ഈ കാന്തത്തിൻ്റെ ആകർഷണ ശക്തി ഉപയോഗിച്ച് ഇരുമ്പിനെ അത് ആകർഷിക്കും, വളരെ വേഗം ആ കാന്തത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഇപ്പം ബിറ്റ്വീൻ ആ കാന്തത്തിനും ആ ഇരുമ്പിനും ഇടയിലായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആകർഷണം, അത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു കാന്തം ഒരു ഇരുമ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എവിടെയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഇരുമ്പ് വളരെ വേഗം അതിലേക്ക് അട്രാക്റ്റ് ആവും. അപ്പോൾ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആകർഷണം എന്ന് പറയുന്നത്, ഇത് കാണാൻ പറ്റില്ല നമുക്ക്, പക്ഷെ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും അല്ലേ. ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഉറപ്പായിട്ടും നമ്മൾ കാണുന്നുണ്ട് ആ ഇരുമ്പ് ഉറപ്പായിട്ടും കാന്തമായിട്ട് ടച്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആകർഷിക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും ആകർഷിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ്. ആരാണോ അതിതീവ്രമായി ഒരു കാര്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്കെന്ന് പറയുന്നത് ഒരു മാജിക്കൽ സ്റ്റിക്കാണ്. നിങ്ങൾ ഈ നാക്കിലൂടെ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാനിഫെസ്റ്റ് ആവും. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെ എന്താണോ കൊടുക്കുന്നത് അത് മാനിഫെസ്റ്റ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ളിൽ ഫീലിങ്സ് ഉണ്ടാവും. സോ ഫീലിങ്സ്, നമ്മുടെ തോട്ട്സ്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്, ശബ്ദ തരംഗങ്ങൾക്ക് ശക്തിയുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ ഏത് തരത്തിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്? സെൽഫ് ടോക്ക്, അത് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണോ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണോ? നിങ്ങളുടെ ഗ്രോയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിലേക്ക് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ചിന്തകളാണോ, അതോ നിങ്ങളെ തളർത്തുന്ന തരത്തിലുള്ള ചിന്തകളാണോ? അതുപോലെ തന്നെ നിങ്ങളെ തളർത്തുന്ന തരത്തിലുള്ള നിങ്ങളുടെ വാക്കുകളാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മനസ്സിലാക്കുക, നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾ ഇടുന്ന എഫേർട്ട്, നിങ്ങളുടെ നാക്കുകളിലൂടെ ഇടുന്ന വാക്കുകളുടെ എഫേർട്ട്, നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, ഈ എഫേർട്ട്, ഇതൊന്നും പ്രപഞ്ചം വെറുതെ കാണാതെ പോവില്ല. നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ പറയുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന എന്താണോ അതിനുള്ള മറുപടി അപ്പോഴപ്പോഴേ തരും. അത് നിരന്തരം നിങ്ങൾ ഏത് തരത്തിലാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന്. അപ്പോൾ എപ്പോഴും ഞാൻ പല വീഡിയോയിലും നിങ്ങളെ ഓർമ്മിക്കുന്നു, പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ബോധ്യമില്ല, എന്താ വേണ്ടെന്ന് അറിയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല സഫലമാകുന്നത്, നിങ്ങൾ എന്താണോ അതാണ് സഫലമാകുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ വലിയ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാനായിട്ട് തടസ്സമാവുന്നത്. സിമ്പിൾ, ചെറിയൊരു കാര്യമാണല്ലോ, അങ്ങനെ തള്ളിക്കളയരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും റിസൾട്ട് ഇന്നലകളിൽ നിങ്ങൾ എന്താണോ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതായിരിക്കും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നൊരു പ്രസൻറ്റ് മൂമെൻ്റ് ഉണ്ട്, ആ ഒരു സെയിം പ്രസൻറ്റ് മൂമെൻ്റ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. ആ പ്രസൻറ്റ് മൂമെൻറ്റിൽ കഴിഞ്ഞുപോയ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ദുഃഖിച്ചത് കൊണ്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് നിങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫ്യൂച്ചർ
ഇന്ന് ഉള്ളതുപോലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി നോക്കിയേ, നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിൻ്റെ ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഓൾ ദ അച്ചീവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം. ഓക്കെ, സോ ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ നിമിഷത്തിൽ ജീവിക്കൂ. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ അത് ചോദിക്കൂ, അത് ചിന്തിക്കൂ, അത് പറയൂ. ഓക്കെ, എല്ലാവർക്കും എപ്പോഴും ആ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്, സ്വീകരിക്കുക. എല്ലാവർക്കും സന്തോഷവും സമാധാനം, സമ്പദ് സമൃദ്ധി, ഐശ്വര്യം, ആരെയൊക്കെ ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.